കൊല്ലം തിരുമംഗലം ദേശീയപാതയിലൂടെ പോയാൽ ഈ ദൃശ്യം കാണാം. റോഡരികിലായി കൂട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ചക്ക. കൂഴയും വരിക്കയും എല്ലാം റോഡരികിലുണ്ട്. സംസ്ഥാന ഫലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ ചക്കയ്ക്ക് തീരെ വിലക്കുറവ്. അതോടെയാണ് ചക്ക ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള ചക്കകൾ കൂടുതലായി കയറ്റി അയക്കുന്നത് തമിഴ്നാട്ടിലേക്ക്. ഞാൻ 35 വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളാണ്. സീസൺ ആകുമ്പോൾ ഒരു 3 മാസം തിരുനെൽവേലി, തൂത്തുക്കുടി, രാജപാളയം, അമ്പാസമുദ്രം എന്നീ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കും. മൊത്തമായിട്ട് വീട്ടിൽ ചെന്ന് എടുത്തുകൊണ്ട് മൊത്തമായി കൊണ്ടുപോകുന്ന ആൾ പാർട്ടിയാണ് ഞാൻ. അത് ഇപ്പം സീസൺ ആയി വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പം വില കൂടുതൽ സാധനങ്ങൾക്കല്ല. ഇപ്പം കൊച്ചി ഒരു മാസം കഴിയുമ്പോൾ മഴ സീസൺ ആകുമ്പോൾ വില കുറയും. അപ്പം നമ്മളും വില കുറച്ച് കൊടുക്കും. നാട്ടിൽ ചക്കയ്ക്ക് 30 രൂപ വരെയാണ് വില. തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ സ്ഥിതി മാറും, വില കൂടും. ഒരു ചുളയ്ക്ക് തന്നെ 10 രൂപ വരെ ഈടാക്കുന്നുണ്ട്. തുച്ഛമായ വിലയ്ക്ക് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അവയൊക്കെ വലിയ വില നൽകി നമ്മൾ വാങ്ങുകയും ചെയ്യും. വാണിജ്യപരമായി ചക്ക ഉപയോഗപ്പെടുത്തിയാൽ പ്രതിവർഷം 30,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ കണ്ടെത്തൽ. പക്ഷേ അവയൊന്നും നടപ്പായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.